യമനെ അമേരിക്ക വീണ്ടും ആക്രമിച്ച തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. യുദ്ധവിമാനങ്ങൾ യമൻ്റെ അതിർത്തി കടന്നുകൊണ്ട് യമൻ്റെ തലസ്ഥാന നഗരിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ബോംബ് സ്ഫോടനം നടത്തിയതായിരിക്കുന്ന വിവരമാണ് പുറത്തു വന്നത്. അമേരിക്കയും യമനും ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും അവിടെ നടത്തിയിരിക്കുന്ന പ്രതിഷേധവുമായി ബന്ധപ്പെട്ടും സ്ഫോടനത്തോടനുബന്ധിച്ചുണ്ടായിരിക്കുന്ന തീപിടുത്തവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ പ്രാദേശിക ചാനൽ പ്രാധാന്യത്തോടു കൂടി തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അവർ പറയുന്നത് കരാർ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് അമേരിക്ക യമൻ്റെ അതിർത്തി കടന്നുകൊണ്ട് ആക്രമണം നടത്തി. വലിയ രീതിയിലുള്ള തീപിടുത്തങ്ങളും നാശനഷ്ടങ്ങളും വാഹനങ്ങൾ കത്തുന്നതുമായി അടക്കമുള്ള സംഭവങ്ങൾ ഈ ഭാഗത്ത് അരങ്ങേറുകയും ജനങ്ങൾ പേടിച്ചുകൊണ്ട് പരസ്പരം ചെതറി ഓടുന്നത് കാണാൻ വേണ്ടി സാധിച്ചു എന്ന തരത്തിലാണ്. ഇത്തരമൊരു സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണ് എന്ന് മാത്രമാണ് യമൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്. അമേരിക്കൻ സെൻട്രൽ കമാൻഡുകൾ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും ഔദ്യോഗികമായിരിക്കുന്ന ഒരു സ്ഥിരീകരണ റിപ്പോർട്ടാണോ എന്ന കാര്യത്തിൽ സംശയവുമാണ്. ഇപ്പോൾ അവിടെ നിലനിൽക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ സമ്മർദ്ദം മൂലം അമേരിക്ക ആക്രമണം നടത്തി, അല്ലെങ്കിൽ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായ രീതിയിൽ ആക്രമണം നടത്തി എന്ന തരത്തിലാണ്. കാര്യം ചെങ്കടലിൻ്റെ പൂർണ്ണമായിരിക്കുന്ന സ്വാതന്ത്ര്യവും അവകാശവും ഒരു കാലത്തും ഈ യമന് മാത്രമാവരുത് എന്നുള്ളതും, അങ്ങനെ ആവുന്ന സമയത്ത് ഈ മേഖല സ്വതന്ത്രമായാൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി യമന് വലിയ രീതിയിൽ സാധിക്കും എന്ന് മുമ്പ് തന്നെ ഇസ്രായേൽ പറഞ്ഞു വെച്ചതാണ്. അപ്പോൾ ഇതിനാൽ ഈ കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയതോടുകൂടി അതിൻ്റെ ഏറ്റവും വലിയ പ്രയാസം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇസ്രായേലാണ് എന്നുള്ളതും, അതിൽ നിന്ന് അമേരിക്ക മാറണമെന്നും ഈ കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയതോടനുബന്ധിച്ച് തന്നെ ഇസ്രായേൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദം അമേരിക്ക ചെലുത്തുന്നുണ്ട്. എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ കരാർ വ്യവസ്ഥ മാറാൻ വലിയ താല്പര്യമില്ല എന്നുള്ളതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും സാമ്പത്തിക പ്രയാസങ്ങളും അനുഭവിച്ച ഒരു രാജ്യമാണ് അമേരിക്ക എന്നതിനാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ കരാർ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ആക്രമിക്കുമ്പോൾ തങ്ങൾക്ക് നേരെ തിരിച്ചടി ഏത് തരത്തിലാണ് ഉണ്ടാവുക എന്ന് കൃത്യമായ രീതിയിൽ പറയാൻ വേണ്ടി സാധിക്കില്ല. ചെങ്കടലിൻ്റെ മധ്യേ തന്നെ 3ഓളം യുദ്ധക്കപ്പലുകൾ തകർന്നിരിക്കുന്ന റിപ്പോർട്ട് ഇതിനിടെ പുറത്തു വന്നതാണ്. അതുകൊണ്ട് അമേരിക്കക്ക് വലിയ ഭയപ്പാടുണ്ട് ഈ കാര്യത്തിൽ, ഈ വിഷയത്തിലൊക്കെ ഇടപെടാൻ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് യമനിൻ്റെ പ്രതിരോധം മാത്രമാണ്, അല്ലെങ്കിൽ യമൻ്റെ ആക്രമണം മാത്രമാണ് ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാത്തത്. അത് അതിർത്തി പങ്കിടുന്ന രാജ്യമല്ല എന്നതിനാൽ യമനെ തിരിച്ചടിക്കാമെന്ന് പറഞ്ഞത് വലിയ പ്രയാസമാണ്. ചെങ്കടലിൽ ഇസ്രായേലിന് സ്വാധീനമൊന്നുമില്ല. ചെങ്കടലിൻ്റെ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് യാതൊരു സ്വാധീനവും ഇല്ല എന്നതിനാലും അമേരിക്കയ്ക്ക് ഈ മേഖല വലിയ സ്വാധീനമുണ്ട് എന്നതിനാലും അമേരിക്കയുടെ സഹായം ഈ കാര്യത്തിൽ അനിവാര്യമാണ്. അമേരിക്കയാണെങ്കിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സഹകരണം ഇസ്രായേലുമായിട്ട് നടത്തുന്നുമില്ല. ഇപ്പോഴത്തെ സാഹചര്യം അവർ പറയുന്നത് ബങ്കറുകളിൽ ഒളിച്ചു കഴിയുന്ന ഇസ്രായേലികളുടെ എണ്ണം നാൾക്ക് നാൾ കൂടി വരികയാണ്. ബങ്കറിൽ ഒളിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുറത്ത് കടക്കാൻ പോലും പ്രയാസമുള്ള തരത്തിലാണ് സൈറൺ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നത്. പല ഘട്ടങ്ങളിലും ആക്രമണം നടത്തിയതിന് ശേഷം സൈറൺ മുഴങ്ങുന്ന സംഭവം റിപ്പോർട്ട് ചെയ്യുന്നു. സൈറൺ മുഴങ്ങുന്നത് തന്നെ കൃത്യമായ രീതിയിലുള്ള ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ടൊന്നല്ല, ഒരു പക്ഷേ മുഴങ്ങും എന്ന തരത്തിലാണ്. പരമാവധി ഇസ്രായേൽ നിർമ്മിക്കപ്പെട്ട എല്ലാ ബിൽഡിങ്ങിൻ്റെ അകത്തും സുരക്ഷിതമായിരിക്കുന്ന ബങ്കറുകളുണ്ട്. അത് അവിടുത്തെ നിയമവ്യവസ്ഥയുടെ ഭാഗമായിട്ട് തന്നെ അവർ പറയുന്നതാണ്. ബിൽഡിംഗ് പെർമിഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ബങ്കറുകൾ നിർമ്മിച്ചതായിട്ട് കാണിച്ചു കൊടുക്കണം. നമ്മുടെ നാട്ടിലെ ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ചില കരാർ വ്യവസ്ഥയും ചില നിയമാവലികളൊക്കെ ഉണ്ടെങ്കിൽ ബാത്റൂം ഉണ്ടാക്കണം, ആ ബാത്റൂം കാട്ടിക്കൊടുക്കണം, അത് മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തോ സ്ഥിരീകരിക്കണം എന്നുള്ള ഒരു നിയമമാണ്. അതിന് സമാനമായിരിക്കുന്ന സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ട് എന്നതിനാൽ ഇവിടെ പരമാവധി ബിൽഡിങ്ങിൻ്റെ അകത്തൊക്കെ ബങ്കറുകളുണ്ട്. എന്നാൽ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ വലിയ രീതിയിലുള്ള ഭയാശങ്കകൾ ഇസ്രായേലിലെ ജൂത പൗരന്മാർക്കുണ്ട്. അത് ലെബനാൻ്റെ അതിർത്തിയാണെങ്കിലും ഗസയുടെ അതിർത്തിയാണെങ്കിലും ഈ സിറിയയുടെ അതിർത്തിയാണെങ്കിലും ഒക്കെ ഈ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലേക്ക് വലിയ രീതിയിലുള്ള ആക്രമണം എല്ലാ കാലത്തും ഉണ്ടാകും. ലെബനാൻ്റെ ഭാഗത്തുനിന്ന് 750ഓളം ഇസ്രായേലിയരെ മധ്യ ഇസ്രായേലിലേക്ക് മാറ്റിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പ്രശ്നം നടക്കുകയാണ്. അവർ യുദ്ധവുമായി ബന്ധപ്പെട്ട് താൽക്കാലികമായ രീതിയിൽ ഇറങ്ങി വരണമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ സംഭവം നടന്നിട്ട് ഏകദേശം ഇപ്പോൾ ഒരു വർഷത്തോളമായിട്ടും തിരിച്ചവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സർക്കാരിന് സാധിച്ചിട്ടില്ല. അവർ പറയുന്നു മേഖല ഇപ്പോഴും യുദ്ധ സമാന സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു, ആയതിനാൽ അവിടെ സുരക്ഷിതമില്ലാത്തൊരു സാഹചര്യമാണ് എന്നതിനാൽ ഇവിടെ തന്നെ കഴിയണം എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ കഴിയുന്ന സമയത്ത് അവരുടെ തൊഴിൽ സംബന്ധമായിരിക്കുന്ന കാര്യവും അവരുടെ ആരോഗ്യ സംബന്ധമായിരിക്കുന്ന ഭക്ഷണ സംബന്ധമായിരിക്കുന്ന കാര്യത്തിലൊക്കെ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ നടക്കുന്നു. ഗസയുടെ അതിർത്തിയുമായിട്ട് പങ്കിടുന്ന അഷ്കലോൺ പോലെയുള്ള നഗരത്തിൽ നിന്നും പരമാവധി ആൾക്കാർ, പറയുന്ന കാര്യം 40,000-ലേറെ എന്ന് പറയുന്നുണ്ട്, അത് സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ട് അല്ലെങ്കിൽ പോലും വലിയൊരു ജനാവലി ആ മേഖലയിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ട്.
അവർക്കും അവിടെ തിരിച്ചു വരാൻ വേണ്ടി സാധിക്കാത്ത പ്രയാസം അവരും അനുഭവിക്കുന്നു. ഇങ്ങനത്തെ വലിയ രീതിയിലുള്ള പ്രയാസത്തിലാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് അമേരിക്കയുടെ സഹായത്തോട് കൂടിയിട്ട് ഇപ്പം നടക്കുന്ന യുദ്ധത്തെ പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിക്കുമെന്നതിനാൽ ഈ മേഖല കേന്ദ്രീകരിച്ച്, അതായത് യമനെതിരെ പ്രതിരോധമുണ്ടാക്കുക, അത് സംഘടനയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ 2 രീതി അവർ പറയുന്നുണ്ട്. ഇസ്രായേൽ പറയുന്ന 2 രീതിയാണ്. ഒന്ന്, യമനിൽ നിന്ന് ഇസ്രായേലിലേക്ക് അവർ തൊടുത്തുവിടുന്ന മിസൈലിനെ ചെങ്കടലിൽ തന്നെ പ്രതിരോധിച്ചുകൊണ്ട് നശിപ്പിക്കുക. രണ്ടാമത്തത്, ഇസ്രായേലിൽ നിന്ന് അങ്ങോട്ട് വിടുന്ന മിസൈലിനെ സുരക്ഷിതമായ രീതിയിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുക. അതല്ലെങ്കിൽ ഈ അമേരിക്ക തന്നെ എന്ത് ചെയ്യണം, യമനെ ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുക. ഇങ്ങനത്തെ വിഷയങ്ങളാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ അമേരിക്കയോട് പറഞ്ഞത്. എന്നാൽ അമേരിക്കയുടെ സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് നോക്കുന്ന സമയത്ത് ഇത് സങ്കീർണമാണെന്നും വളരെ പെട്ടെന്നൊന്നും ഇത് അംഗീകരിക്കാനോ ന്യായീകരിക്കാനോ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ മറുപടി. എന്നാൽ ഇപ്പം നടന്നിരിക്കുന്ന സംഭവത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. അവർ യമൻ്റെ അകത്ത് കയറിക്കൊണ്ട് ആക്രമണം നടത്തിയിരിക്കുന്നു എന്ന തരത്തിലുള്ള വിഷയങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്നാൽ അതിൻ്റെ നാശനഷ്ടത്തെക്കുറിച്ചുള്ള വീഡിയോകൾ അതും പ്രചരിക്കുന്നുണ്ട്. സ്ഥിരീകരണം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. സ്ഥിരീകരണം വരാത്തത് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള മറുപടി കിട്ടാത്തത് കൊണ്ടാണ് എന്നും പറയപ്പെടുന്നു. അതിൻ്റെ കാര്യം, ഒരു കരാർ വ്യവസ്ഥ ലംഘിക്കപ്പെട്ടു എന്ന് ലോകത്തിൻ്റെ മുൻപിൽ തെളിയുന്ന സമയത്ത് അമേരിക്ക അടക്കമുള്ള വിഭാഗത്തെ കരാർ വ്യവസ്ഥ കൊള്ളാൻ പറ്റില്ല എന്ന് ലോകം അംഗീകരിക്കുന്ന സ്ഥിതി വരും. ഇപ്പോൾ തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നു, ഇസ്രായേലുമായി നേരിട്ടൊരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കാൻ ഒരിക്കലും പലസ്തീൻ തയ്യാറാവില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവർ കരാർ ലംഘിക്കും. അപ്പോൾ ഈ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ പറയുന്ന കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ ഏതൊരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കുകയാണെങ്കിലും മധ്യസ്ഥരില്ലെങ്കിൽ തങ്ങളത് അംഗീകരിക്കില്ല എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവർ കരാർ ലംഘിക്കും. അപ്പോൾ കരാർ ലംഘിക്കുന്ന സംബന്ധിച്ച് മധ്യസ്ഥരുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ ഏതെങ്കിലും ഒരു മധ്യസ്ഥർ വേണം എന്നുള്ളത് നിർബന്ധമാണ്. ഈ കാര്യത്തിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ യമൻ്റെ ആക്രമണങ്ങൾ അതിശക്തമായ രീതിയിൽ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ജനങ്ങളോട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് ബോധിപ്പിക്കാനും സാധിക്കുന്നില്ല. അങ്ങനെ വലിയ പ്രയാസം, കടുത്ത മാനസിക പ്രയാസം ഇസ്രായേൽ അനുഭവിക്കുന്നു. അതുകൊണ്ട് ഈ വിഷയത്തിൽ, യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്ക ഇടപെടുക എന്നുള്ളത് തീർച്ചയായിട്ടും ഇസ്രായേലിൻ്റെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അതിന് വീണ്ടും ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണോ അമേരിക്കയുടെ യുദ്ധവിമാനം യമനിൽ കയറിക്കൊണ്ട് ആക്രമണം നടത്തിയത് എന്ന കാര്യമാണ് ഇപ്പോൾ സംശയത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുന്നത്.